ദൈവത്തിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഈ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഈ മീഡിയ ശ്രദ്ധിക്കുന്ന ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ചിന്തകളെ ശ്രദ്ധിക്കുവാൻ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ചിന്തകളിലേക്ക് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 41-47 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവന് ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ട ശേഷം അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക, അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനായിട്ടല്ല സംസാരിച്ചത്. 12-ാമത്തെ വയസ്സിലും അതിശയം കൂറുമാറ് അധികാരത്തോടുകൂടി വിജ്ഞാനത്തിന്റെ അതിവിശാലതയിൽ കർത്താവാകുന്ന യേശുക്രിസ്തു 12-ാമത്തെ വയസ്സിലും സംസാരിച്ചെങ്കിൽ ജ്ഞാനമുള്ളവരുടെ മധ്യത്തിൽ, പ്രായമുള്ളവരുടെ മധ്യത്തിൽ കർത്താവിന് സംസാരിക്കാൻ കഴിഞ്ഞത്, അധികാര വികേന്ദ്രീകരണങ്ങളുടെ കീഴിൽ സംസാരിക്കാൻ കഴിഞ്ഞത് കർത്താവിന് മനുഷ്യന്റെ മേലുണ്ടായിരുന്ന അധികാരത്തിന്റെ തെളിവാണ്. അശേഷം ഭയമില്ലാതെ ഈ ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിൽ യേശു 12-ാമത്തെ വയസ്സിലും സംസാരിച്ചത്. 52-ാമത്തെ വാക്യം കൂടി വായിക്കേ. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അടുത്ത് അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർന്നഹൂമിൽ ചെന്നു. ശബ്ബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ, നിങ്ങൾ ശ്രദ്ധിക്കുക, അവന്റെ വചനം അധികാരത്തോടെ യേശു സംസാരിച്ചു എന്ന് കാണപ്പെടുകയാണ്. ശ്രദ്ധിക്കുക, മനുഷ്യ ജീവിതത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് അവരുടെ അധികാരത്തെ ചോദ്യം ചെയ്യുവാൻ അധികാരിയാകുന്ന കർത്താവ് അധികാരത്തോടെ സംസാരിച്ച ചില പദപ്രയോഗങ്ങളാണ് നാം വായിച്ചത്.